വോട്ടർ പട്ടികയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴേക്കും പ്രേക്ഷകരിൽ ചിലരെങ്കിലും തിരിച്ചു ചോദിച്ചേക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം കഴിഞ്ഞിട്ടും ഇനിയും നിങ്ങൾ വോട്ടർ പട്ടികയെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത് എന്ന്. ബംഗാളിലടക്കം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിമാറ്റപ്പെട്ടവർക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ കഴിയാത്തതിനെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. മറിച്ച് അങ്ങനെ പേര് വെട്ടിമാറ്റപ്പെട്ട ജനതയെ വോട്ടെടുപ്പിൽ നിന്ന് മാത്രമല്ല അവരെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു പേര് വെട്ടിമാറ്റുമ്പോൾ ഈ രാജ്യത്ത് ഒരു മനുഷ്യൻ എങ്ങനെ ജീവനോടെ ഇല്ലാതാക്കപ്പെടുന്നു എന്നുള്ള ക്രൂരമായ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവൻ അല്ലെങ്കിൽ പേരില്ലാത്തവൾ ഈ രാജ്യത്തെ പൗരനല്ലേ? അവൾക്ക് ജീവിക്കാൻ അവകാശമില്ലേ? അവന് വിശക്കുമ്പോൾ ആഹാരം കഴിക്കാൻ പാടില്ലേ? അവൾക്ക് രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ പാടില്ലേ? ഈ 2026 നമ്മൾ കേൾക്കുന്നത് ജനാധിപത്യത്തിൻ്റെ അന്തസത്തയെ പൂർണ്ണമായും വെല്ലുവിളിക്കുന്ന വാർത്തകളാണ്. പശ്ചിമ ബംഗാളിലും ബീഹാറിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കേവലം ഒരു രാഷ്ട്രീയ തർക്കമല്ല, ഒരു ജനവിഭാഗത്തെ ആസൂത്രിതമായിട്ട് ചിട്ടയായിട്ട് നിയമത്തിൻ്റെ മറ പിടിച്ച് ദരിദ്രവൽക്കരിക്കുകയും അവരെ അസ്തിത്വമില്ലാത്തവരാക്കി മാറ്റുകയും ചെയ്യുന്ന ഫാസിസ്റ്റ് വേട്ടയാടലാണ്. ബംഗാളിൽ ഭരണം പിടിച്ച ഉടൻ തന്നെ BJPയുടെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചിരിക്കുന്നു, പ്രത്യേക സമഗ്ര പുനർനിർണയ പ്രക്രിയ അഥവാ SIRൽ പേരില്ലാത്തവർക്ക് ഇനി ഒരു സർക്കാർ ആനുകൂല്യവും നൽകില്ല എന്ന്. എന്തൊരു ഭീകരമായ പ്രഖ്യാപനമാണിത്! റേഷൻ കാർഡില്ല, പെൻഷനില്ല, ബാങ്ക് അക്കൗണ്ടുകൾ റദ്ദാക്കും. ഒരു ഭരണകൂടം അതിൻ്റെ സ്വന്തം ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണിത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരൊക്കെ നുഴഞ്ഞുകയറ്റക്കാരാണ്, അവർ ഇന്ത്യക്കാരല്ല, അവർ മരിച്ചവരാണ് എന്നൊരു മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ബംഗാളിലെ ഈ അതിക്രമത്തിൻ്റെ പശ്ചാത്തലം കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവിടെ നടന്നതെന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു കളി കളിച്ചു. ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന ഒരു വിചിത്രമായ വിഭാഗം ബംഗാളിന് വേണ്ടി മാത്രം അവർ കണ്ടുപിടിച്ചു. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും പയറ്റാത്ത അടവാണത്. അതിൻ്റെ പേരിൽ ഏകദേശം 91 ലക്ഷം പേരെയാണ്, അതായത് ബംഗാളിലെ മൊത്തം വോട്ടർമാരുടെ 12% ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒറ്റയടിക്ക് തുടച്ചു മാറ്റുകയാണ് ചെയ്തത്. നോക്കുക, മുൻപ് 7.66 കോടിയായിരുന്ന വോട്ടർമാരിൽ നിന്നാണ് ഈ 91 ലക്ഷം മനുഷ്യരെ അദൃശ്യരാക്കിയത്. ഇത് യാദൃശ്ചികമാണോ? ഒരിക്കലുമല്ല. ഭീകരമായിട്ടുള്ള കൃത്യതയോടെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ബംഗാളി സംസാരിക്കുന്ന കുടിയേറ്റ സമൂഹങ്ങളിലും മാത്രമാണ് ഈ വെട്ടിനിർത്തൽ നടത്തിയത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവർ BJPക്കെതിരെ വോട്ട് ചെയ്യുന്നവരാണ് എന്ന ഒറ്റ കാരണം. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ വോട്ട് ബാങ്ക് അട്ടിമറിക്കാൻ ഭരണകൂടത്തിൻ്റെ ഉപകരണങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഇത്. ഇതിനെതിരെ അന്നത്തെ മമതാ ബാനർജി സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. സുപ്രീം കോടതി 19 അപ്പലേറ്റ് ട്രൈബ്യൂണലുകൾ ഉണ്ടാക്കി. പക്ഷേ നീതിന്യായ വ്യവസ്ഥ ഇവിടെ ചുവപ്പ് നാടയേക്കാൾ വേഗത്തിലാണ് ഈ ഫാസിസ്റ്റ് യന്ത്രം ചലിച്ചത്. ജനങ്ങൾ നൽകിയ 34 ലക്ഷം അപ്പീലുകളിൽ 27 ലക്ഷവും തങ്ങളെ ഒഴിവാക്കിയതിനെതിരെയുള്ള അവരുടെ നിലവിളികളായിരുന്നു. എന്നാൽ ഈ ട്രൈബ്യൂണലുകൾക്ക് വെറും 1607 പേരുടെ പേരുകൾ മാത്രമാണ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ബാക്കി ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടു. അങ്ങനെ വോട്ടർമാരെ മുൻകൂട്ടി നിർണയിച്ച് ജനാധിപത്യത്തെ അട്ടിമറിച്ച് BJP അവിടെ ഭരണം പിടിച്ചെടുത്തു എന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് ഇപ്പോഴും ശക്തമായിട്ട് നിൽക്കുകയാണ്. ഇനി അധികാരം കിട്ടിയ ഉടൻ അവരെന്താണ് ചെയ്തത്? ആദ്യം ചെയ്തത് എന്താണ്? വിശക്കുന്നവരുടെ വയറ്റത്തടിക്കുക. ബംഗാൾ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്. അവിടുത്തെ റിക്ഷാ തൊഴിലാളികളും നിർമ്മാണ തൊഴിലാളികളും ദിവസക്കൂലിക്കാരും ജീവിക്കുന്നത് തൃണമൂൽ സർക്കാർ നൽകിയിരുന്ന സബ്സിഡി ഭക്ഷണശാലകളെ ആശ്രയിച്ചാണ്. അധികാരം കിട്ടിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ആ ഊട്ടുപുരകൾ പുതിയ BJP സർക്കാർ അടച്ചുപൂട്ടി. ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ നൽകിയിരുന്ന ലക്ഷ്മി ഭണ്ഡാർ പദ്ധതി ഇല്ലാതാക്കി. അതിന് പകരം അന്നപൂർണ ഭണ്ഡാർ എന്ന പുതിയ പദ്ധതി കൊണ്ടുവന്നു. തുക 3000 രൂപയാക്കി ഉയർത്തി. കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷം നമ്മൾക്കും തോന്നും. പക്ഷേ അവിടെ ആണ് അവിടുത്തെ വനിതാ ശിശുക്ഷേമ മന്ത്രി അഗ്നിമ പോൾ വിഷം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. SIR പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു സ്ത്രീക്കും ഈ 3000 രൂപ കിട്ടില്ല. അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് ഭരണപരമായി ആരെയാണോ ഇല്ലാതാക്കിയത് അവരുടെ ജീവിക്കാനുള്ള വരുമാനവും ഭക്ഷണവും അവർ നിഷേധിക്കുന്നു. ബംഗാളിലെ ഭക്ഷ്യ ഉപഭോക്തൃ സംരക്ഷണ മന്ത്രി അശോക് ചൗധരി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ്? SIRൽ പേരില്ലാത്ത 5 ലക്ഷം പേരെ റേഷൻ കാർഡ് ഉടമകളുടെ പട്ടികയിൽ നിന്ന് നീക്കുകയാണെന്ന്. അവർക്കിനി അരിയില്ല, ഗോതമ്പില്ല, ഒന്നുമില്ല.
ഇനി ബീഹാറിലേക്ക് നോക്കുക. അവിടെ 68 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്. അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് പൗരത്വത്തെ ബാധിക്കില്ല എന്നൊക്കെയാണ്. എന്നാൽ ഇന്ന് ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൗധരി അവരെ എല്ലാം നോൺ ഇന്ത്യൻ അഥവാ ഇന്ത്യക്കാരല്ലാത്തവർ എന്ന കാറ്റഗറിയിൽ പെടുത്തി എല്ലാ പൗരാവകാശങ്ങളും നിഷേധിക്കുകയാണ്. അവരുടെ ബാങ്ക് പാസ്ബുക്കുകൾ പോലും റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഒരു മനുഷ്യൻ ബാങ്കിൽ ഇട്ടുവച്ച സ്വന്തം പണം എടുക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറയുന്ന ഈ ക്രൂരതയ്ക്ക് ഏത് ജനാധിപത്യത്തിലാണ് സ്ഥാനമുള്ളത്? സ്വസ്ഥ്യ സാഥി ആരോഗ്യ ഇൻഷുറൻസ് മാറ്റിയിട്ട് ആയുഷ്മാൻ ഭാരത് വരുമ്പോൾ അവിടെയും ഈ രേഖകളുടെ പരിശോധന കൊണ്ടുവന്ന് പാവപ്പെട്ടവരുടെ ചികിത്സ നിഷേധിക്കുകയാണ്. ഇത് ആസൂത്രിതമായിട്ടുള്ള ദരിദ്രവൽക്കരണമാണ്. ആദ്യം വോട്ടവകാശം നിഷേധിക്കുക, പിന്നീട് ഭക്ഷണവും പണവും ആരോഗ്യവും നിഷേധിക്കുക. ഈ വേട്ടയാടൽ ഇവിടെയും തീരുന്നില്ല. ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ഏറ്റവും പുതിയ ഉത്തരവ് എന്താണ്? കൊൽക്കത്തയിലെ റെഡ് റോഡ് അടക്കമുള്ള പ്രധാനപ്പെട്ട പാതകളുടെ ഓരങ്ങളിൽ നമസ്കരിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. പള്ളികളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ആളുകൾ കൂടുമ്പോൾ റോഡിലേക്ക് ഇറങ്ങുന്നത് ഗതാഗത തടസ്സമുണ്ടാക്കുന്നുവെന്നാണ് വാദം. പക്ഷേ അതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം കൃത്യമായിട്ടുള്ള ഒരു വർഗീയ ധ്രുവീകരണമാണ് എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് കാട്ടിയ ആ ബുൾഡോസർ മാതൃകയാണ് ഇപ്പോൾ ബീഹാറിലും ബംഗാളിലും നടപ്പാക്കാൻ പോകുന്നത്. ഉടമസ്ഥാവകാശം തെളിയിക്കാനായില്ല എന്ന് പറഞ്ഞ് പള്ളികളും മദ്രസകളും ബുൾഡോസർ വെച്ച് തകർക്കുന്ന ആ UP മോഡൽ ഇവിടെയും ആവർത്തിക്കാൻ അധികനാൾ വേണ്ടിവരില്ല. ഇതിനൊക്കെ പുറമെയാണ് കന്നുകാലിക്കടത്തിൻ്റെ പേര് പറഞ്ഞ് നിരപരാധികളായിട്ടുള്ള പസ്കന്ത മുസ്ലിങ്ങളെ പിടികൂടി ആൾക്കൂട്ട കൊലയ്ക്ക് ഇരയാക്കുന്നത്. ഇരകളെ തന്നെ പ്രതികളാക്കി ഗോഹത്യാ കുറ്റം ചുമത്തി ജീവപര്യന്തം തടവിലിടുന്നു. ഇന്ന് ഇതൊക്കെ കേട്ട് വെറും സാധാരണ വാർത്തകൾ മാത്രമായി പരിഗണിക്കുന്ന രീതിയിലേക്ക് പൊതുസമൂഹത്തിൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടോ എന്നറിയില്ല. ദേശീയ തലത്തിൽ മുസ്ലിങ്ങളെയും കുടിയേറ്റക്കാരെയും രാജ്യരഹിതരാക്കാൻ കൊണ്ടുവന്ന NRC-CAA ചട്ടക്കൂടിൻ്റെ മറ്റൊരു രൂപമാണ് ബംഗാളിൽ ഈ SIR-ലൂടെ നടപ്പാക്കുന്നത്. കേന്ദ്രം പ്രത്യയശാസ്ത്ര രൂപരേഖ നൽകുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുള്ള ആയുധം നൽകുന്നു. സംസ്ഥാനങ്ങളിലെ പുതിയ BJP സർക്കാരുകൾ അത് കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുന്നു. ലക്ഷ്യം വ്യക്തമാണ്: ഒരു ജനവിഭാഗത്തെ നിയമപരമായിട്ട്, സാമ്പത്തികമായിട്ട്, സാംസ്കാരികമായിട്ട് ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന് പറയുന്ന ലക്ഷ്യം. ഈ രാജ്യം ഇന്ന് നേരിടുന്നത് സാധാരണ രാഷ്ട്രീയ തർക്കങ്ങളല്ല. എല്ലാ പൗരന്മാർക്കും തുല്യതയും മൗലികാവകാശങ്ങളും ഉറപ്പ് നൽകുന്ന നമ്മുടെ ഭരണഘടന ഇന്ന് ഭരണാധികാരികളാൽ തന്നെ വെല്ലുവിളിക്കപ്പെടുകയാണ്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് കൊണ്ട് ഒരു മനുഷ്യൻ പൗരനല്ലാതാകുന്നില്ല. ഭരണഘടന നൽകുന്ന ജീവിക്കാനുള്ള അവകാശം തട്ടിയെടുക്കാൻ സുവേന്ദു അധികാരിക്കോ സമ്രാട് ചൗധരിക്കോ നിയമപരമായിട്ട് യാതൊരു അധികാരവുമില്ല. മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും ധ്വജവാഹകർ എന്നൊക്കെ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഈ ഫാഷിസ്റ്റ് ഭീഷണികൾക്ക് മുന്നിൽ ചകിതരായിട്ട് നിൽക്കുകയാണ്. അവർ തമ്മിൽ തല്ലി വിനാശത്തിൻ്റെ വഴിയിലുമാണ്. കോടതികളിലെ കാലതാമസം ഈ സർക്കാരുകൾക്ക് രക്ഷാകവചമൊരുക്കുന്നു. ഈ അവസ്ഥ തുടർന്നാൽ ഇന്ന് ബംഗാളിലും ബീഹാറിലും നടക്കുന്നത് നാളെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആവർത്തിക്കും. വോട്ടർ പട്ടികയിൽ നിന്ന് നിങ്ങളുടെ പേരും നാളെ അപ്രത്യക്ഷമാകാം. നിങ്ങളും ഈ നാട്ടിൽ അന്യവൽക്കരിക്കപ്പെടാം. ഭരണഘടനയുടെ അലംഘനീയമായ പവിത്രത കാത്തുസൂക്ഷിക്കാൻ, ഈ അടിച്ചമർത്തലുകൾക്കെതിരെ നെഞ്ചുവിരിച്ചു നിൽക്കാൻ പോരാളികളെ തേടുകയാണ് ഇന്ന് ഈ രാജ്യം. ഈ വിവേചനത്തിനെതിരെ, ഈ അജണ്ടയ്ക്കെതിരെ ജനങ്ങൾ ഒന്നിച്ച് ശബ്ദമുയർത്തിയേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി.